ഹായ് ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ദുബായ് സീരീസിലെ ഡേ 4 നമ്മൾ പോകുന്നത് ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിലും അറ്റ്ലാന്റിസിലും അതുപോലെ തന്നെ പാം ജുമേറയിലേക്കുമാണ് കേട്ടോ. ഡേ 4 ഇൻ ദുബായ് ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് എമിറേറ്റ്സ് ടവർ മെട്രോ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. മെട്രോയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ദൂരം പോകുമ്പോൾ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എമിറേറ്റ്സ് ടവർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഡയറക്റ്റ് ആ മെട്രോയുടെ അകത്തൂടെ തന്നെ നമുക്ക് മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിലേക്ക് എൻട്രി ചെയ്യേണ്ടത്. ഇതുപോലൊരു പാസേജിൽ കൂടെ നമുക്ക് പോയാൽ ഡയറക്റ്റ് നമ്മൾ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിനകത്താണ് ചെന്നെത്തുന്നത് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിലായിട്ട് 7 ഫ്ലോർസ് ആയിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ ചെന്നെത്തുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാനും അതുപോലെ തന്നെ ഉള്ളിലേക്ക് കയറാനുള്ള ലിഫ്റ്റൊക്കെ ഉള്ള കേട്ടോ. അപ്പോൾ ഇവിടെ എൻട്രി ചെയ്യാനുള്ള ടിക്കറ്റ് നമ്മൾ ഓൺലൈൻ നോക്കിയപ്പോൾ ഇല്ലായിരുന്നു. ഡിസംബർ മന്തിൽ ഇല്ല. സോ നമ്മളിവിടെ എത്തിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ബട്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഈ 7 ഫ്ലോറിലായിട്ട് ഫ്യൂച്ചർ ദുബായും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ദുബായ് യൂസ് ചെയ്യാൻ പോകുന്ന റോബോട്ടിക് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അടിപൊളിയാണ്. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അകത്ത് കുറച്ച് നേരം നിന്നിട്ട് ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ ഈ ബ്ലാക്ക് പാസേജിൽ കൂടെയാണ് നമ്മൾ മെട്രോയിൽ നിന്ന് അകത്തേക്ക് ഉള്ളിലേക്ക് കയറി കേട്ടോ, ഈ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിൻ്റെ. എന്നിട്ട് നമുക്ക് പുറത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു നല്ല വ്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ അകത്ത് കയറിയപ്പോഴേക്കും നമുക്ക് അനിമൽ തീംഡ് ആയിട്ടുള്ളൊരു എയറോബീസിനെ കാണാൻ പറ്റി. ഫിഷ് സ്ട്രക്ചർ ആയിരുന്നു. അപ്പോൾ അത് ഫ്ലോട്ട് ചെയ്യുന്ന കണ്ടുകൊണ്ട് നിന്നു. അപ്പോൾ ഒരെണ്ണം കണ്ടുകൊണ്ട് നിന്നപ്പോൾ തന്നെ അടുത്ത് ഒരെണ്ണം കൂടെ വന്നു കേട്ടോ, സെയിം സ്ട്രക്ചറിൽ. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിമുട്ടെന്ന് വിചാരിച്ചെങ്കിലും അത് കൂട്ടിമുട്ടിയില്ല കേട്ടോ. അത് സെൽഫ് കൺട്രോൾഡ് ആണ്. അപ്പോൾ അകത്ത് കയറാൻ പറ്റാത്തൊരു വിഷമമുണ്ട്. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും 1 മന്ത് മുന്നേ തന്നെ ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് പോയാൽ ഓഫ്ലൈനായിട്ട് എന്തായാലും അവിടെ ടിക്കറ്റ് കിട്ടില്ല കേട്ടോ. ഡേ 4 മോർണിംഗ് പാളി നമുക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ ഈവനിങ് നമ്മൾ പാം ജുമേറയിൽ 3 മണിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതുവരെയുള്ള ടൈമിൽ എന്ത് ചെയ്യുമെന്ന് നോക്കിയിരുന്നപ്പോഴാണ് അറ്റ്ലാന്റിസിൽ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അറ്റ്ലാന്റിസിൽ പോകാനായിട്ട് പാം ജുമേറയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അറ്റ്ലാന്റിസിൽ പോകാനായിട്ട് നമ്മൾ മെട്രോ കയറണം, അതുപോലെ തന്നെ ട്രാം കയറണം, ദെൻ മോണോ റെയിൽ. അപ്പോഴത്തേക്കും നമ്മൾ ദുബായിൽ എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടും കവർ ചെയ്തു കേട്ടോ. ബസ് നമ്മൾ പോയായിരുന്നു മിറാക്കിൾ ഗാർഡനിൽ പോയപ്പോൾ. അങ്ങനെ നേരെ മെട്രോയിലേക്ക് വിട്ടു എമിറേറ്റ്സ് ടവറിൽ നിന്ന്. അപ്പോൾ പോകുമ്പോൾ തന്നെ നമുക്ക് സൈഡിലായിട്ട് ബുർജ് അൽ അറബൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ റോഡൊക്കെ അടിപൊളിയാണ്. അറ്റ്ലാന്റിസ് ഈസ് ആക്ച്വലി ഒരു 5 സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തീം എന്ന് പറയുമ്പോൾ അണ്ടർ വാട്ടർ ലോ സിറ്റി ഓഫ് അറ്റ്ലാന്റിസ് എന്നുള്ളൊരു തീമിലാണ് ആ ഒരു ഹോട്ടൽ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു വാട്ടർ പാർക്ക് ഉണ്ട്, അതൊക്കെ സെപ്പറേറ്റ് ടിക്കറ്റാണ്. അതുപോലെ തന്നെ ഒരു അക്വേറിയം ഉണ്ട് കേട്ടോ, പോസ്റ്റ് ചേമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു അക്വേറിയം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും പോവല്ലേ, പാം ജുമേറ നമുക്ക് പോകണം. അതിൻ്റെ ഇടയിൽ നമുക്കൊരു സംഭവങ്ങളില്ല. അപ്പോൾ എന്തായാലും പോയി നോക്കാമെന്ന് പറഞ്ഞ് പോവാണ് കേട്ടോ. പക്ഷേ അവിടെ എത്തിയപ്പോൾ അടിപൊളിയായിരുന്നു. നോൾ കാർഡിൻ്റെ ചാർജ് തീർന്നുകൊണ്ട് തന്നെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് പേ ചെയ്തായിരുന്നു കേട്ടോ. അവിടെ സൈഡിൽ മെഷീൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എമിറേറ്റ്സ് ടവർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ശോഭ റിയാലിറ്റി മെട്രോ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. അവിടെ നിന്ന് നമുക്ക് ദുബായ് മറീന ടു ട്രാം സ്റ്റേഷനിൽ നിന്ന് വേണം പോകാനായിട്ട്. സൈഡിൽ കണ്ടോ, റോഡിൽ തന്നെയാണ് ഈ ട്രാമിന് പോകാനുള്ള റെയിലുള്ളത്. നമുക്ക് പാം ജുമേറ ടു ട്രാം സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. അവിടെ നിന്ന് മോണോ റെയിലിൽ പോകണം. അപ്പോൾ ട്രാമ്പിലിരിക്കുമ്പോൾ നമുക്ക് റോഡിലൂടെ ഉള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ക്രോസ് ചെയ്യാനായിട്ട് ആൾക്കാരൊക്കെ നിൽക്കുന്നത്, അതുവരെ വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ട്രാമ്പ് വരുമ്പോൾ നിർത്തിയിട്ട് ട്രാമ്പാണ് പോകുന്നത് കേട്ടോ. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഇതാണ് ട്രാമ്പ്. ട്രാം സ്റ്റേഷനിൽ നിന്ന് മോണോ റെയിൽ സ്റ്റേഷൻ അടുത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാസേജ് വഴി കയറി പോകുമ്പോഴേക്കും നമുക്ക് ഇൻഫോർമേഷൻ ഡെസ്ക് ഒക്കെ കാണാൻ പറ്റും. നമുക്ക് നോൾ കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ഡിഫറെൻറ്റ് ടിക്കറ്റ് വേണം എടുക്കാൻ. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക. ദെൻ അവിടെ നിന്ന് സ്കാൻ ചെയ്ത് നമ്മൾ മോണോ റെയിലിൻ്റെ അടുത്തോട്ട് പോവുക കേട്ടോ. മോണോ റെയിൽ പ്ലാറ്റ്ഫോമിലോട്ട് പോകുമ്പോൾ ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. സൈഡിൽ നമുക്ക് സീ ഒക്കെ കാണാൻ പറ്റും, റോഡ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് പ്ലാറ്റ്ഫോം. അപ്പോൾ മോണോ റെയിൽ വരുമ്പോൾ എപ്പോഴും ഫ്രണ്ട് ഇരുന്നാലും നമുക്ക് അടിപൊളി വ്യൂ കിട്ടോ. അപ്പോൾ നമ്മളും തള്ളി ഫ്രണ്ടിൽ തന്നെ കയറി, മലയാളികളല്ലേ. അപ്പോൾ സൈഡിൽ നമ്മൾ ദുബായ് മറീനയിൽ പോയപ്പോൾ ഉള്ള വീല്. അപ്പോൾ മോണോ റെയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സിംഗിൾ റെയിലിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ. നമ്മുടെ ട്രെയിനൊക്കെ പോകുന്നത് ഡബിൾ റെയിലാണ്, അതായത് 2 റെയിലിൽ കൂടെ അല്ലേ. അപ്പോൾ ഈ മോണോ റെയിൽ എന്ന് പറയുമ്പോൾ സിംഗിൾ റെയിലിൽ കൂടെയാണ് പോകുന്നത്. ഒരു അടിപൊളി ട്രാവൽ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മൾ ദുബായിൽ യൂസ് ചെയ്യുന്നത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നമുക്കെല്ലാം അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഈ സ്ട്രെയിറ്റ് കാണുന്നതാണ് അറ്റ്ലാന്റിസ് കേട്ടോ. അതൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. നമുക്ക് അവിടെ സ്റ്റേ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എൻട്രി ഇല്ല. നമുക്കുള്ളത് ഷോപ്പിംഗ് പ്ലേസിലും അതുപോലെ തന്നെ അഡ്വഞ്ചർ വാട്ടർ പാർക്കിലും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡിലുള്ളതാണ് വാട്ടർ പാർക്ക്. നമുക്ക് ഹോട്ട് എയർ ബലൂണൊക്കെ കാണാൻ പറ്റും കയറുമ്പോൾ. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ വേറൊരു പ്ലേസ് ചെന്ന് എത്തും പോലെ തോന്നും. ഒരു അടിപൊളി വ്യൂസൊക്കെയാണ് നമുക്ക് സീയുടെയൊക്കെ കിട്ടുന്നത്. അപ്പോൾ മോണോ റെയിലിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പായ അറ്റ്ലാന്റിസ് അഡ്വഞ്ചറിലാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് അറ്റ്ലാന്റിസ് ഹോട്ടലിൻ്റെ പൂൾ സിസ്റ്റം ഒക്കെ കാണാൻ പറ്റും. അടിപൊളി വ്യൂ ആണ് കേട്ടോ.
മോണോറെയിൽ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ മോള് പോലത്തെ സെറ്റപ്പിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ്, അവരുടെ അറ്റ്ലാന്റിസ് ഹോട്ടലിൻ്റെ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ് പോലത്തെ സംഭവത്തിലാണ് പോകുന്നത്. അതിനകത്ത് തന്നെ ലോസ്റ്റ് ചേമ്പേഴ്സ് അക്വേറിയം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അടിപൊളി സെറ്റപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ദുബായ് മോളിനകത്ത് കണ്ട അക്വേറിയത്തിനേക്കാളും എനിക്ക് ഇതാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. സ്കൂബ ഡൈവിങ് ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഏരിയാസൊക്കെ അറ്റ്ലാന്റിസിൽ താമസിക്കുന്നവർക്ക് മാത്രം റെസ്ട്രിക്റ്റഡ് ആണ്. അതർ ഷോപ്സും ബാക്കിയെല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ തന്നെ ദി ലോസ്റ്റ് ചാമ്പേഴ്സ് അക്വേറിയത്തിൻ്റെ ബോർഡ് കാണാൻ പറ്റും. അതുപോലെ തന്നെ അഡ്വഞ്ചർ വാട്ടർ പാർക്കിനുള്ള എൻട്രൻസും ഇതിനകത്തൂടെ ആണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് തീമിൽ ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു. കഫേസ് ഒക്കെ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത്. ടിക്കറ്റ്സ് നമ്മൾ ഓൺലൈനായിട്ട് എടുത്തിട്ടില്ലായിരുന്നു, അവിടെ ലൈവായിട്ടാണ് എടുത്തത് കേട്ടോ. അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടും. സോ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ടണൽ പോലത്തെ ടാങ്കിൽ നമുക്ക് ക്ലിയർ വ്യൂ ആണ് കിട്ടുന്നത് കേട്ടോ. ഒരു ഡാർക്ക് തീമിലാണ് ഈ ഒരു അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഫിഷ്, അതുപോലെ തന്നെ നമുക്കൊരു സ്റ്റാർ ഫിഷിനെയും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഡാർക്ക് തീമിൽ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട് തന്നെ നമുക്ക് എല്ലാ ഫിഷിനും നല്ല അടിപൊളി വ്യൂസ് ആണ് കിട്ടുന്നത്. നമുക്ക് കടലിനുള്ളിൽ നിൽക്കുമ്പോഴത്തെ ഒരു ഫീലാണ് കിട്ടുന്നത് കേട്ടോ. നല്ല അടിപൊളി കളർഫുൾ ഫിഷസ് ഒക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ബ്ലൂ ജെല്ലി ഫിഷിനെ നമുക്ക് കാണാൻ പറ്റി. ബ്ലൂ മാത്രമല്ല റെഡ് ജെല്ലി ഫിഷും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ ക്യൂട്ട് ഫിഷസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരു അടിപൊളി സെറ്റപ്പാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നതിനകത്ത്. ഡാർക്ക് തീം ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്യൂട്ടിഫുള്ളി എല്ലാ ഫിഷസിനെയും കാണാൻ പറ്റും. ഈ അക്വേറിയത്തിൻ്റെ തീം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നെക്സ്റ്റ് ഇത് ഈ ഒരു ഫിഷിനെയാണ് കണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെയും കുറച്ച് ക്യൂട്ട് ലിറ്റിൽ ഫിഷസിനെ കാണാൻ പറ്റും കേട്ടോ. എൻ്റെ ഒന്നും പേരറിയാന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. എന്ത് ബ്യൂട്ടിഫുൾ ആൻഡ് വെറൈറ്റി ആയിട്ടാണ് അവർ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ. അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിഷസ് ആണ് ഇതിനകത്ത് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരും അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഫിഷസിനെ പോലെ തന്നെ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടും കൂടിയാണ് കേട്ടോ. അടിപൊളി വെറൈറ്റി ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നോക്കിയാൽ നമ്മുടെ പ്രോൺസിനെ ജീവനോടെ കണ്ടിട്ടുണ്ടോ? ഈ ഒരു ഫിഷിനെ നോക്കിയ വെറൈറ്റി ആയിട്ടില്ലേ? ഇതിൻ്റെ പേര് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അറ്റ് ലാസ്റ്റ് ഡേ ഇതാണ് ലോസ്റ്റ് ചേമ്പേഴ്സ് അക്വേറിയത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള മെയിൻ ടാങ്ക് കേട്ടോ. ഇവിടെയാണ് സ്കൂബ ഡൈവിംഗ് ഒക്കെ ഉള്ളത്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഇതിനകത്ത് ഉണ്ട് കേട്ടോ. നമുക്ക് കടൽ കാണും പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ഇവിടെ നോക്കുമ്പോൾ. കുറേ നേരം നമ്മൾ നോക്കി നിന്നാലും നമുക്ക് ആ ഒരു ഫീൽ കിട്ടും കേട്ടോ. അടിപൊളി വ്യൂ ആണ്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഇതിനകത്തുണ്ട്. സ്കൂബ ഡൈവിംഗ് ഒക്കെ ഷാർക്കിനിടയിലൂടെയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇവിടുന്ന് കാണാനായിട്ട്. ഞങ്ങൾ സ്കൂബ ഡൈവിംഗ് ചെയ്യില്ല, അതിനൊക്കെ സെപ്പറേറ്റ് ടിക്കറ്റാണുള്ളത്. അപ്പോൾ അത് ഈ സ്കൂബ ഡൈവിംഗ് ചെയ്യുന്നവരുടെ കൂടെ ഒരു ട്രെയിനറും കൂടെ കാണും കേട്ടോ. അപ്പോൾ നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിനകത്ത് സ്കൂബ ഡൈവിംഗ് ചെയ്താൽ. ഈ ഒരു വെറൈറ്റി സീ ഐറ്റം കണ്ടോ, ഇതെന്താണെന്ന് അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. ലാസ്റ്റ് ഈ വലിയ 2 ഫിഷിനെയാണ് കണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ 3 മണിയായപ്പോഴേക്കും പാം ജുമേറയിലേക്ക് പോയി. മോണോറെയിലിൽ തന്നെയാണ് തിരിച്ചു പോയത്. നമ്മൾ ഇറങ്ങിയ സ്റ്റോപ്പിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റോപ്പിലാണ് നമുക്ക് പാം ജുമേറ വ്യൂ കാണാനുള്ളത്. അത് അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഉടനെ ഇടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബൈ ബൈ.